I'm gonna be his wife. Yeah. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഐഷയുടെ നിക്കാഹാണ്. ഫൈനലി ഈ വ്ളോഗ് എപ്പോൾ വരുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിക്കാഹ് വ്ളോഗ് പോയിട്ട് ബ്രൈഡ് ടു ബി പോലും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. പ്രോബബ്ലി എത്രയും പെട്ടെന്ന് വരും. സോ എന്താണ് പറയാനുള്ളത്? ആക്ച്വലി എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സത്യമല്ലേ? എനിക്ക് റിയാലിറ്റിയിലോട്ട് വരാൻ പറ്റില്ല. കണ്ണടച്ച് തുറക്കുമ്പോൾ അവളുടെ നിൽക്കാം. സത്യമായ ഒരു പ്ലാൻ ഇല്ലായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടുകാർക്ക് പോലും പ്ലാൻ ഇല്ലായിരുന്നു ഇപ്പൊ കെട്ടിച്ചിടണം. പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഹായ് ഗൈസ്, ഒന്നുമില്ല, എനിക്ക് റിയാലിറ്റിയിലോട്ട് വരാൻ പറ്റിയിട്ടില്ല. ഇനി നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഇരുവരിക്കും. ഓക്കെ, അവരുടെ കൂടുതൽ ഫസ്റ്റ് മാരേജാ. Me too. I haven't accepted the reality. Like ജാനുവരിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡേ ഉണ്ടാവുന്ന ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളിവിടെ ഫുൾ കോളായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഇതൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് പോയി റെഡിയാവാം. എന്നിട്ട് നമുക്ക് പറഞ്ഞു ഏറ്റവും വലിയ സ്നേഹിച്ചാണ് സത്യം. ഏറ്റവും ഭാഗ്യം അവൾ പ്രേമിച്ചാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ എന്താ പറയാ, ആ ഒരു ഗ്ലോയും സന്തോഷം കുറേ കമന്റ്സിലും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ആയിഷയെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ മുഖത്തെ ഒരു ഗ്ലോ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ മോർ ഹാപ്പി ദാൻ ഹെർ, ബിഗ് ഫോർ ഹെർ, അങ്ങനെയാണ്. അപ്പം ഷാഹിനാണെങ്കിലും അടിപൊളി. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളുടെ വക വെഡിങ് വിഷസ്. അപ്പം നമുക്ക് റെഡി ആയിട്ട് വരാം. അങ്ങനെ കുറേ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഡേ എത്തിയിട്ട് അതിൻ്റെ വ്ളോഗാണ് കേട്ടോ. ആൻഡ് ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ടു ക്യാപ്ചർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇടയ്ക്ക് അതും ഇതൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിലും മാക്സിമം എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ലെൻസൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ലെൻസ് ഇട്ടപ്പം റിസപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹേർട്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ ഇട്ട സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം അങ്ങോട്ട് സട്ടിലായി കേട്ടോ. പിന്നെ നിങ്ങൾ ഇത്രയും എന്തിനാണ് വേദനിച്ച് ലെൻസൊക്കെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ പ്രോപ്പർ ഗേൾസ് ഗെറ്റിംഗ് റെഡി റൂം. ആ റൂമിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുകയാണെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. ആൻഡ് ഐഷയും കൂടെ വന്നിട്ട് തന്നെയായിരുന്നു ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അന്ന് നിക്കാഹ് ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടപ്പോൾ. അപ്പോൾ എന്താ പറയുക, ആൻഡ് ഐ ലൈക്ക് ദ ഹോൾ ഔട്ട്ഫിറ്റ്. പക്ഷേ മര്യാദയ്ക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും അതിൽ കിട്ടിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ആയിഷ ഇറങ്ങി വന്നിട്ടുണ്ട്. ആൻഡ് ഷീ വാസ് ലുക്കിംഗ് സോ പ്രിറ്റി. ശരിക്കും പറഞ്ഞാൽ ഐഷേനെ ആ ബ്രൈഡൽ ഔട്ട്ഫിറ്റിൽ ബ്രൈഡായിട്ട് കണ്ടപ്പോൾ വി ഓൾ വെയർ സോ ഇമോഷണൽ. ഫൈനലി ഷീ ഈസ് എ ബ്രൈഡ്, ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ്, ഷീ ഈസ് ബിക്കമിങ് എ വൈഫ്. ആ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ ശരിക്കും ടൈം എടുത്തു കേട്ടോ ഞങ്ങൾക്ക്. കഴിക്കാൻ പോവാണ്. I'm gonna be his wife. Yes. How excited are you, Aisha? എന്താണ് ഇപ്പോഴത്തെ ഇമോഷൻ? നല്ല ടെൻഷൻ, എന്റെ കൈയൊക്കെ വിറക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കാണാത്ത പോലെ നിക്കണമെന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു റിങ് കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ്. ഒരു 1 carat റിങ് ആണ്, അത് കിട്ടില്ല. നിക്കാഹൊക്കെ ആകുമ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീ വാസ് സോ എക്സൈറ്റഡ് ദ എൻറ്റയർ ടൈം കേട്ടോ. ബിക്കോസ് ഓരോ ഫംഗ്ഷനും ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് ടയേർഡ് ആകുമ്പോഴും ഷീ ഈസ് എക്സൈറ്റഡ്, അല്ലാണ്ട് ക്ഷീണിച്ച് അങ്ങനെ അല്ല. ഷീ ഈസ് ഓൾവേസ് എക്സൈറ്റഡ് ഫോർ അടുത്തെന്താ ഒരു പരിപാടി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഐഷയുടെ നിക്കാഹിന് അടിപൊളിയായിട്ട് ലാവിഷായിട്ടുണ്ടായിരുന്ന സാധനമാണ് ഫോട്ടോസും വീഡിയോസും കേട്ടോ. കുറേ ക്യാമറമാനും കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ തന്നെ 3-4 പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിലും ഒരു ഫോട്ടോയും വീഡിയോയ്ക്ക് ഒരു കുറവും വരില്ല കേട്ടോ. ആൻഡ് അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ആൻഡ് ഷീ വാസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക വീഡിയോസും ഫ്രണ്ട്സും ആയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിക്കാഹിൻ്റെ ടൈം ഓൾമോസ്റ്റ് ആവുകയാണ്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോകാറായിട്ടായിട്ടോ. അപ്പോൾ ആയിഷ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മൾ നിക്കാഹൊക്കെ കഴിച്ചിട്ട് വരാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2-3 കാറിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അധികം ദൂരം ഇല്ലാത്തൊരു ഓഡിറ്റോറിയത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ, അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം കുറച്ച് ഹൗസ്ഫുള്ളായിട്ട് നമ്മൾ കാറിലൊക്കെ ഇരുന്നെങ്കിലും പിന്നെ നമ്മൾ എന്താ പറയുക വേറെ സ്ഥലം കിട്ടി വേറെ കാറിലായിട്ടോ. അപ്പോൾ ഐ എം സിറ്റിംഗ് ഓൺ സൗവർണികാസ് ലാപ്പ്.
നല്ല ഒടുക്കത്തെ ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മൾ ആദ്യം ഇടുന്ന മേക്കപ്പൊക്കെ കുറച്ച് വേർത്ത് കഴിയുമ്പോഴാണ് ഒന്ന് സട്ടിലാവാൻ തോന്നി. പക്ഷേ വേർത്ത് കഴിഞ്ഞപ്പോൾ മൊത്തം കോളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാര്യമായില്ല, കാരണം അധികം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല മര്യാദയ്ക്ക്. അതിനുള്ളൊരു ടൈമും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ സോഫിയ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെപ്പറ്റി ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല, കാരണം ഞാൻ മലപ്പുറത്തുള്ളതല്ല. അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. ജസ്റ്റ് പേര് മാത്രമേ അറിയുള്ളൂ. ഐഷയുടെ വീടിൻ്റെ അടുത്താണെന്നും അറിയാം. അധികം ദൂരമില്ല, ഒരു 5-6 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പം ആദ്യം ചെന്നിട്ട് ഉടനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. പൈനാപ്പിൾ ജ്യൂസായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് അപ്പം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും അകത്ത് കുറച്ച് പരിപാടി ഉണ്ട്. ഐഷ വന്നു അപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തില്ല. അങ്ങനെ ഐഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഐഷ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഞങ്ങൾ ആ ഒരു അയൽവക്കത്തോട്ടേ പോയില്ല, കാരണം ഫുൾ ക്യാമറാമാനും എന്താ പറയുക ആൾക്കാർ വീഡിയോസ് എടുക്കലും അങ്ങോട്ട് എടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ആയിഷ ഉമ്മച്ചിയുടെയും ഉമ്മുമ്മയുടെയും കാക്കയുടെയും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ ഷീ വാസ് ലുക്കിംഗ് സോ പ്രിറ്റി. എനിക്ക് ഇങ്ങനെ എന്താ പറയുക എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ, കാരണം അത്രയും രസമായിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് മിറാൽ. മിറാലിനെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ആയിഷയും മിറാലും കൈൻഡ് ഓഫ് ട്വിന്നിങ് ആയിരുന്നു കേട്ടോ, സെയിം കളറായിരുന്നു. അങ്ങനെ കുറേ നേരം അത്യാവശ്യം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, കാരണം ഫോട്ടോസൊക്കെ അത്യാവശ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അധികം പുറത്ത് നിന്നില്ല, കാരണം നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പുറത്തിറങ്ങിയിട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും, പിന്നെ ഡ്രസ്സൊക്കെ നല്ല ഹെവിയാണ്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഐഷ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ആൻഡ് ഐ ആക്ച്വലി ട്രൈഡ് ക്യാപ്ചറിങ് എവ്രിതിങ്. ഒന്നും മിസ്സാക്കാതെ ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കുറേ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഈ വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗ് അത്യാവശ്യം വലുതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണുക കേട്ടോ. അങ്ങനെ ഐഷ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക ബ്രൈഡൽ എൻട്രിക്കുള്ള ആ സാധനത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ബട്ട് ഷീ വാസ് ലുക്കിംഗ് സോ പ്രിറ്റി സിറ്റിംഗ് ദെയർ. നല്ല ടെൻഷനും ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്കൊക്കെ ഐഷ. പിന്നെ ഈവൻറ്റും ഡെക്കോറും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക സ്റ്റേജൊക്കെ എന്താ രസം. കുറേ എത്ര നേരം നോക്കി നിന്നിട്ടും എന്താ പറയുക മതി വരുന്നില്ല, അത്രയും ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു ഡെക്കോറും. ആൻഡ് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ ഓൾറെഡി പറഞ്ഞതുപോലെ സോ മച്ച് ഐഷ വൈബായിരുന്നു കേട്ടോ. അവളുടെ ആ ഒരു എസ്തെറ്റിക്സ് തന്നെയായിരുന്നു അവളുടെ നിക്കാഹ് എന്താ പറയുക ഇവൻറ്റും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ വാവ KPയുടെ കസിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോഴത്തേക്കും ഈ നിക്കാഹിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രയറും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രണ്ടുപേരും ഒരു മാതൃകാ ദമ്പതികളാക്കി അനുഗ്രഹിക്കട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു റാഹത്തും സന്തോഷവും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മബത്തത്തും റഹ്മത്തും അല്ലാഹു വർഷിപ്പിക്കട്ടെ. ആ ഒരു നിക്കാഹ് ടൈമിലുണ്ടല്ലോ ഇങ്ങനെ ചെറിയ പാക്കറ്റ്സിൽ ഡ്രൈ ഫ്രൂട്ട്സ് സെർവ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ആക്ച്വലി ഐ വാസ് തിങ്കിങ് അബൌട്ട് ഐഷ ടെല്ലിങ് മീ ഫ്യൂ ഇയേഴ്സ് ബിഫോർ ഇൻ ഹോസ്റ്റൽ. ഐഷയ്ക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നിക്കാഹിന് ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് പാക്കറ്റിലാക്കി സെർവ് ചെയ്യണം എന്നുള്ളത്. ഐ വാസ് ആക്ച്വലി തിങ്കിങ് ദാറ്റ് ആ ഒരു മൊമെൻറ്റിൽ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ബാക്കിലോട്ട് പോയി. ആ ഒരു ടൈമിൽ കല്യാണം കഴിക്കുന്ന കാര്യവും ഫ്യൂച്ചറിൽ കല്യാണം എങ്ങനെ വേണം എന്നുള്ള കാര്യമൊക്കെ ഐഷ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മയിൽ വന്നു കേട്ടോ. അതാണ് എനിക്ക് പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ നിക്കാഹ് പരിപാടികൾ ഒഫീഷ്യലി കഴിയുന്നുണ്ട് കേട്ടോ ആ ഒരു പോയിൻ്റ് ആയപ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കാരണം അധികം നമുക്ക് എക്സ്പോഷർ ഉള്ള ഒരു കാര്യമല്ല, എനിക്കധികം എക്സ്പോഷർ ഉള്ളതല്ലല്ലോ. സോ ഇങ്ങനെ ഫുള്ള് പരിപാടി ഇരുന്ന് കാണാനൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ താഴെ പോയിട്ട് ഐഷയ്ക്കും വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഐഷയ്ക്കും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേ വ്ളോഗ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് എനിക്കും എടുത്തു. അപ്പോൾ എൻ്റെ മെഹന്തി ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഷൈൻ ഷാ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി. ആൻഡ് ഹീ വാസ് ഓൾസോ വെരി ടെൻസ്ഡ്. പിന്നെ മുഖത്ത് അധികം അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പൊന്നൂൻ്റെ അമ്മ. പൊന്നൂൻ്റെ അമ്മയും KPയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ വന്നില്ല, കാരണം കുറേ വേറെ പരിപാടികൾ ഞങ്ങൾക്ക് ഓൾറെഡി വേറെ ഫംഗ്ഷൻ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഈ പരിപാടി കഴിഞ്ഞിട്ട് അടുത്തതിന് ഐഷയുടെയും ഷൈൻ്റെയും എൻട്രിയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഞാനും നല്ല നല്ല സോങ്സ് ആട്ടോ അവരവിടെ ഇടുന്നത്. നമുക്ക് ഈ സോങ്ങും ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂടെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആവും, നല്ല സങ്കടം വരും. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല. മേ ബി നമ്മുടെ കൂടെ ഹോസ്റ്റലിലായാലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ക്ലാസ്സിൽ പഠിച്ച നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് ഹെർ ബിഗ് ഡേ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് അറിയില്ല. പക്ഷേ അത് അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഷാഹിൻ്റെ എൻട്രിയൊക്കെ അടിപൊളിയായിരുന്നു. ഷാഹിൻ അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻട്രിയൊക്കെ പൊളിച്ചു, അതിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. അടിപൊളി എൻട്രിയൊക്കെ ആയിരുന്നു കേട്ടോ.
അടുത്തത് ആയിഷയുടെ എൻട്രിയാണ് കേട്ടോ. അതിന് മുന്നേ അവരിങ്ങനെ ഓരോ പാട്ടിടുമ്പോൾ തന്നെ എന്താ പറയുക, കേപ്പിയും പൊന്നൊക്കെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങി. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഇമോഷണൽ, അതെങ്ങനെ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അത് ആ ഒരു മൊമെൻറ്റിൽ നമുക്കങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കരയൂലൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരഞ്ഞു പോയി കേട്ടോ. And finally our girl is entering to the stage and that moment was very എന്താ പറയുക, ഇമോഷണൽ, ഹാപ്പി, ഒരു കുറേ ഓവർവെൽമിങ്, കുറേ ഇമോഷൻസ് അറ്റ് ദ സെയിം ടൈം കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. ആൻഡ് ഇതിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെയല്ല, നല്ല ആ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ നല്ല രസമാണ്. ഐ വിഷ് ഐ ക്യാൻ പുട്ട് ഓൾ ദി സോങ്സ്, കോപ്പിറൈറ്റ് വരാണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റില്ല. ആൻഡ് ഐഷ ഇങ്ങനെ ഉമ്മച്ചിയുടെയും ഉപ്പച്ചിയുടെയും കൈയൊക്കെ പിടിച്ചിങ്ങനെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ അത് ഹോൾ സ്റ്റേജിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളിലായിരുന്നു സ്പോട്ട് ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോഴും നല്ല എന്താ പറയുക, ഷി വാസ് ജസ്റ്റ് ഗ്ലോയിങ് ആൻഡ് ഷീ ഓൾസോ ബിക്കെയിം സോ ഇമോഷണൽ കേട്ടോ. ആ ഒരു പോയിന്റിൽ ആയിഷ ഇപ്പം കരയുന്നുള്ള ആ ഒരു പോയിന്റിൽ, പിന്നെ കരയരുത് എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടാണ് ഷീ വാസ് ജസ്റ്റ് കൺട്രോളിങ്. ആയിഷ ഷാഹിൻ്റെ കൈ പിടിച്ചിട്ട് സ്റ്റേജിലോട്ട് കയറുമ്പോൾ മേരി ഹാത്ത് മേ തേരി ഹാത്ത് ഹോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഫുൾ പ്ലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലുണ്ടായ ഒരു ഫീല് ഐ കെൻ നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വാസ്. അത്രയും അമേസിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോൾ പ്രോസസ്സ്, ആ ഒരു എൻട്രിയും അതിന് ശേഷമുള്ളതും ഒക്കെ ഒരു പ്രോപ്പർ ബോളിവുഡ് സ്റ്റൈലായിരുന്നു കേട്ടോ. ബോത്ത് വെയർ സോ ഹാപ്പി ആൻഡ് ബോത്ത് ഓഫ് ദം വെയർ ജസ്റ്റ് ഗ്ലോയിങ് അറ്റ് ദാറ്റ് പോയിന്റ്. അതും കൂടെ അങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി കേട്ടോ. നിതയും നസീബയും പൊന്നും കേപ്പിയും എല്ലാവരും ഫൈനലി ഹെർ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ വി ഓൾ വെയർ സോ ഹാപ്പി. ഈവൻ ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലുക്ക് അറ്റ് ഹെർ ഫേസ് ഗൈസ്. എന്താ പറയുക, ഷീ ഈസ് ഹാപ്പി, ഹീ ഈസ് ഹാപ്പി, ലെറ്റ് ദം ബി ഓൾവേസ് ബി ഹാപ്പി ഫോർ എവർ. എന്താ പറയുക, ഇൻഷാ അല്ലാ നല്ല പോലെ അടിപൊളിയായിട്ട് എന്താ പറയുക ലൈഫ് മുന്നോട്ട് പോട്ടെ. വി ഓൾ ആർ വിഷിങ് ഓൾ ദ ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. അത് കഴിഞ്ഞിട്ട് ആ ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ഷാഹിൻ്റെ വീട്ടിൽ നിന്നുള്ള ഹാമ്പേഴ്സൊക്കെ കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ ഹാമ്പേഴ്സായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പോയില്ല. എന്താ പറയുക, കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് 1 hour വീഡിയോ. ആ ഒരു 1 hour ഞാനൊരു മാക്സിമം 15 to 16 minutes ആക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തൊക്കെ അതിനകത്തുള്ളിലുള്ള കുറേ വീഡിയോ എടുപ്പ് കഴിഞ്ഞു. ഇത്രയും ഞാൻ അവിടെ നിന്നിട്ടും ഐ മിസ്ഡ് ദ റിംഗ് എക്സ്ചേഞ്ച്. അത് മാത്രം ഞാൻ എടുത്തില്ല. ആ ഒരു ടൈം കറക്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ലൈക്ക് വി വർ സോ ഹംഗ്രി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണി, ബ്രോസ്റ്റഡ്, സാലഡ്, അങ്ങനെ കുറേ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഫുഡ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വി വർ സോ ഹംഗ്രി ദാറ്റ് വി ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ടു കംപ്ലീറ്റ് ദ ഫുഡ്. ആ ഒരു ടൈമിലായിരുന്നു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഈ ഹോൾ വ്ളോഗിൽ ഞാൻ മിസ്സാക്കിയിട്ടുള്ള ഒരു പോർഷൻ ആ ഒരു റിംഗ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആഴ്ച ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയോ? അതിന് ഇത് നീലക്കുയിലാണ്. ഞങ്ങൾ 4 സൈഡിൽ നിന്ന് വീഡിയോസ് എടുക്കാം. എന്തെങ്കിലും പറയോ? 2 പറയുള്ളേ. അങ്ങനെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയിഷ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്.
ടീം തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു ഷെയ്ഡ് പേസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹിയർ കംസ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് നിക്കാഹ്. ടു ബി വെരി ഓണസ്റ്റ്, ഈ ഹോൾ നിക്കാഹിൽ എൻ്റെ ഫേവറേറ്റ് പോർഷൻ ഇതാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ലവ്ഡ് ദിസ്. പിന്നെ ഇതോടുകൂടി അറ്റ് ദ എൻഡ് ഓഫ് ദ നിക്കാഹായിരുന്നു. ഡാൻസും പാട്ടും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലായിരുന്നു. വി ഓൾ വെർ സോ ടയേർഡ് ആൻഡ് വി വെർ ഡൺ. അത്രയും ചൂടായിരുന്നു കേട്ടോ. How did you guys enjoy? Oh, everything was new. Yeah. Climate is the problem. Even the gesture where she was given extra vegetarian food. Only for her, made only for her. Yeah, they came searching for her and asked her if you are vegetarian or not. So yeah. That was cute. Yummy. So overall, you enjoyed? Yes. Okay. Yes. How was your thing, soup? I enjoyed very much. And then I'm so disappointed that I didn't get any pictures. But other than that, everything was good. Everything was good. അങ്ങനെ 2-3 മാസമായിട്ട് കാത്തിരുന്ന പരിപാടി ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും കഴിഞ്ഞു. എന്ത് തോന്നുന്നു? സൂപ്പർ. സന്തോഷായോ? ഐശ്വര്യ എന്താ പറയാനുള്ളത്? You guys go back. പ്രത്യേകിച്ച് എന്താ പറയാനാ? ഹാപ്പി മാരേജ് ലൈഫ്. അങ്ങനെ ഉപ്പച്ചിയുടെ വക ഹാപ്പി മാരീഡ് ലൈഫൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കൊണ്ടാക്കാണ്. ഹിയർ കംസ് ദ മോസ്റ്റ് സാഡ് പാർട്ട്. വി ഓൾ ആർ ലീവിങ്. എന്താ പറയുക, ഒരാഴ്ചത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഐശ്വര്യ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ അവളുടെ ഗിഫ്റ്റ്സ് ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. അതൊക്കെ അവൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പം ഉമ്മച്ചി പറയുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം പോകാമെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്ന് തന്നെ പോകണമായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി എന്നുള്ള കാര്യം. അങ്ങനെ ഭയങ്കര ഹെവി ഹാർട്ടായിട്ടാണ് പോകുന്നത് കേട്ടോ. എല്ലാവരെയും മിസ് ചെയ്യും. വി ഹാഡ് എ റിയലി ഗുഡ് ടൈം. എല്ലാവരെയും മീറ്റ് ചെയ്യലും ഡാൻസ് പ്രാക്ടീസും അടിപൊളി ഒരു 1 വീക്കായിരുന്നു. ആ ഒരു പ്രോപ്പർ നമ്മൾ മൂവിയിലൊക്കെ കാണില്ലേ, ഫ്രണ്ടിനെ കല്യാണം കൂടാൻ വന്നിട്ട് പോകുമ്പോഴുള്ള ആ ഒരു സാധനം, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാനും അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ബസ് കാലിക്കട്ട് നിന്നായിരുന്നു. അപ്പോൾ എന്നെയും ഖ്വാഷിനെയും ശിവാനിയൊക്കെ ഐശ്വര്യ കാക്ക ഞങ്ങളെ കൊണ്ട് കാലിക്കട്ട് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ബസ്സിലൊക്കെ കയറി. അപ്പം ബസ് പിന്നെയാണ് മനസ്സിലായത് ഞാനും പൊന്നുമൊക്കെ സെയിം ബസ്സിലായിരുന്നു എന്ന്. പൊന്നുവിൻ്റെ അമ്മയൊക്കെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. ആൻഡ് ഇനി ബാക്ക് ടു നോർമൽ ലൈഫ്. ആ കാത്തിരുന്ന കല്യാണം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ ഇനി ഞങ്ങൾ എങ്ങനെ കാണും, എങ്ങനെ മീറ്റാക്കും, എങ്ങനെയൊന്നും അറിയില്ല. ബട്ട് വി ഷുഡ് ഡെഫിനറ്റ്ലി പ്ലാൻ സംതിങ്. ആൻഡ് താങ്ക്സ് ഗൈസ്. അങ്ങനെ നമ്മുടെ നിക്കാഹ് വെഡ്ഡിങ് വ്ളോഗ്സ് ഒക്കെ എടുത്ത് തീർന്നിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.